ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി പിസ്സ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. പിസ്സ ഹട്ടിലൊക്കെ കഴിക്കുന്ന പിസ്സയുടെ അതേ രുചിയിലുള്ള ഒരു പിസ്സയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് വാം വാട്ടർ, അതായത് ഇളം ചൂടുള്ള വെള്ളവും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മിൽക്ക് പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് പൗഡർ നിർബന്ധമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മിൽക്ക് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ വെച്ചിട്ടാണെങ്കിൽ കൈ വെച്ചിട്ട്, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ഉണ്ടല്ലോ, ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. കൈ വെച്ച് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ തോന്നും ഇങ്ങനെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈസ്റ്റിൻ്റെ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് മുഴുവനായിട്ട് ചേർക്കാതെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. ഓരോ മാവ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. അതായത് ഈസ്റ്റിലും ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, മാവിലേക്കും ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുഴച്ചെടുത്ത മാവിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ബോൺലെസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഒരു വൈറ്റ് കളറാവുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളറാകുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തന്നെ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അളവൊന്നും ഞാൻ പ്രത്യേകം പറയുന്നില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളത് ജിഞ്ചർ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് മതിയിട്ട് ഏകദേശം ഇങ്ങനെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റിൻ്റെ ഇടയിൽ ഒന്നിങ്ങനെ തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ 10 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല ഡ്രെയിനായിട്ട് വരും കേട്ടോ. ചിക്കൻ ഒന്ന് ഫ്രൈ ആയ പോലെ വരും, കണ്ടോ, ഈ ഒരു പരുവത്തിലായിട്ട് വരും. ഇനി പിസ്സ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. നിർബന്ധമില്ല കേട്ടോ ബട്ടർ പേപ്പർ വേണമെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഏകദേശം 2 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പി മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ ഇന്ന് പിസ്സ ഉണ്ടാക്കുന്നത് OTG ഓവനിലാണ് കേട്ടോ.
എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്തിരി പലകയിലോ കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക്, റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നത് കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്യാനാണ് എനിക്ക് എളുപ്പം, അതുകൊണ്ട് കൈ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഹോൾസ് ആക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ മാവ് നല്ലപോലെ ഒന്ന് വീർത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഹോൾസ് ആക്കി കൊടുക്കുമ്പോൾ അങ്ങനെ നല്ലപോലെ ഒന്ന് വീർത്ത് വരില്ല കേട്ടോ. ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. 10 മിനിറ്റാണ് വെക്കുന്നത്. പിന്നെ എന്താണ്, താഴേക്കുള്ള ഭാഗം മാത്രം ബേക്ക് ചെയ്തെടുക്കുള്ളൂ, ആ ഒരു ഓപ്ഷനിലാണ് വെച്ചെടുക്കുന്നത്. പിന്നെ ഒരു 180 ഡിഗ്രിയിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പ്രീ ഹീറ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 180 ഡിഗ്രി തന്നെ ഒരു 10 മിനിറ്റും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ മാത്രം ബേക്കായി വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പിസ്സയുടെ ബേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ്, ഇതിലേക്ക് കുറച്ച് പിസ്സ സോസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളത് പിസ്സ സോസ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒർഗാനോയും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സയുടെ താഴെയുള്ള ബേസ് ഉണ്ടല്ലോ, അത് നല്ലപോലെ ഗോൾഡൻ കളർ ഞാൻ ആക്കിയെടുത്തിട്ടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിനി ഒന്നും കൂടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് എന്താ പറയുക ഹാർഡായി പോവും. അതുകൊണ്ട് ഞാൻ ഈ ഒരു കളറാകുമ്പോൾ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക്. ഇനി പിസ്സ സോസിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒർഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒർഗാനോ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി ഒർഗാനോ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റംസ് എല്ലാം. പിന്നെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊസറല്ല ചീസ് ഒന്ന് ഏകദേശം നല്ലപോലെ ഒന്ന് ഇട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് തന്നെ ഇടാൻ വേണ്ടി നോക്കാം കേട്ടോ. മൊസറല്ല ചീസ് ഇടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു പിസ്സേൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് ഒലിവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാലോപ്പിനോ അങ്ങനെ ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ക്യാപ്സിക്കം ഒന്ന് നേരിതാക്കി അരിഞ്ഞെടുത്തതാണ്, ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള ക്യൂബായിട്ട് നേരിതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഷേപ്പിലും സൈസിലൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് നേരിതാക്കി അരിഞ്ഞിട്ടെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ആക്കിയിട്ട് അറിയാം, ക്യൂബായിട്ട് അറിയാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഒന്ന് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒർഗാനോയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പിസ്സയുടെ മുകളിലുള്ള ടോപ്പിങ്സും കൂടെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓവൻ ഞാൻ നേരത്തെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചൂടുണ്ട് ഓവനിൽ. അപ്പോൾ നമ്മുടെ പിസ്സ വെച്ച് കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസ് മാത്രം ആവുന്ന രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി 10 മിനിറ്റിൽ മുകളിലെ ചീസ് മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചീസൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.